നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ അധികൃതർ പരിശോധന നടത്തി. ഇഞ്ചക്കുണ്ട് പരുന്തുംപാറ പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി പ്രദേശവാസികൾ. CPI വരന്തരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി വേണ്ടത് കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ആഗോളതാപനത്തെ പ്രതിരോധിക്കാൻ എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തുന്ന കുളിർമ കൂൾ റൂഫ് ടെക്നോളജി ബോധവൽക്കരണ സെമിനാറിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ വെച്ച് KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി 40 വയസ്സുള്ള അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. തൃത്തല്ലൂർ മോളു ബസാറിലെ അരി ഗോഡൌണിലെ ഡ്രൈവർമാരാണ് ഇരുവരും. സംഭവത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി 39 വയസ്സുള്ള ഷാജു ചാക്കോ പിടിയിൽ. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇരുവരും താമസിക്കുന്ന വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്നും അനിൽകുമാറിനെ ഷാജു തള്ളി താഴെയിടുകയായിരുന്നു. താഴെ വീണ അനിൽകുമാറിനെ വീണ്ടും ഷാജു ഹോളോബ്രിക്സ് കട്ടകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ വാടാനപ്പള്ളി പോലീസ് ഷാജുവിനെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പിടികൂടി. ചൊവ്വാഴ്ച രാത്രി 11:30 സംഭവം. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ അധികൃതർ പരിശോധന നടത്തി. ബുധനാഴ്ച പുലർച്ചെ 4:30 RDOയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് റാണ തഹവൂർ എന്ന വ്യക്തിയുടെ പേര് ചേർത്ത മെയിൽ ഐഡിയിൽ നിന്നാണ് ഉച്ചയോടെ കളക്ടറേറ്റിൽ ബോംബ് വയ്ക്കുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചത്. സംഭവത്തെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കേരള പോലീസിന്റെ K9 ഡോഗ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കളക്ടറേറ്റ് വരാന്തയിലും മറ്റു ഭാഗങ്ങളിലുമായി അരമണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും ബോംബ് ഭീഷണിയില്ലെന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥിരീകരിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഇഞ്ചക്കുണ്ട് പരുന്തുംപാറ പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി പ്രദേശവാസികൾ. സ്ഥിരമായി പൈപ്പ് പൊട്ടുന്നതിനാൽ ഇവിടങ്ങളിലേക്കുള്ള ജലവിതരണം തന്നെ മുടങ്ങിയിട്ട് ആഴ്ചകളായി. ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ഇവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമാണ്. പല സ്ഥലത്തും വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളം റോഡിലൂടെ ഒഴുകുന്ന സ്ഥിതിയാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. മേഖലയിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നുവെന്നും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടായേക്കാമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഒരു വർഷം കഴിഞ്ഞു. 2-3 പ്രാവശ്യം മെമ്പറെ വിളിച്ച് പറഞ്ഞു. അവരും ഓഫീസറിനെ വിളിച്ച് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം പുഷ്പാകരൻ്റെ മകനില്ല വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊട്ടിപ്പോകുന്നു പറഞ്ഞു. നോക്കാം എന്നും പറഞ്ഞു നോക്കിയിട്ട് പോയി. ഈ വെള്ളം പോകുന്നത് കൊണ്ട് 3 വീട്ടുകാരെ താഴെ ആവശ്യമുള്ളവരുള്ളൂ. അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യവും ഇല്ല. അതുതന്നെയല്ല മോളിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ വെള്ളം വളരെ തുച്ഛമായിട്ടാണ് കിട്ടുന്നത്. 3 വീട്ടുകാർക്ക് വെള്ളം വളരെ സ്ലോ ആയിട്ടാണ് കിട്ടുന്നത്. കാരണം വെച്ചാൽ തള്ളു പറയുന്നുണ്ട്. കാരണം ഇത് ഉപയോഗിക്കുന്നില്ല. ഈ വരുന്ന വെള്ളം അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് തന്നെയല്ല കൊതുകാണ് ഇവിടെ മുഴുവൻ കൊതുകാണ്. കുടിവെള്ളം എത്താതായതോടെ വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. വാട്ടർ അതോറിറ്റിയെയും പഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. CPI വരന്തരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി വേണ്ടത് കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ UM സലീം വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി അംഗം ഷീല ജോർജ്, ലോക്കൽ സെക്രട്ടറി ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജോർജ്, KM അർഷാദ്, സന്തോഷ് ഏരിയക്കാരൻ, OG ജോസ്, MB ജലാൽ, ഷിഹാബ് കുന്നക്കാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മത്സരത്തിൽ മില്ലേനിയം യൂത്ത് തലോർ വിന്നേഴ്സും
സിറ്റി പുലിക്കണ്ണി റണ്ണേഴ്സുമായി. കലാപഠനത്തിന്റെ മികച്ച കേന്ദ്രമാകുവാൻ സപ്തസ്വര കലാമന്ദിർ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കിടങ്ങത്ത് ലൈനിൽ കൊടകര ഡോൺ ബോസ്കോ സ്കൂളിന് സമീപമാണ് സപ്തസ്വര കലാമന്ദിർ ആരംഭിച്ചിരിക്കുന്നത്. ചലച്ചിത്ര പിന്നണി ഗായിക മിൻമിനി ഉദ്ഘാടനം നിർവഹിച്ചു. നർത്തകയും അവതാരികയുമായ റോമി ചന്ദ്രമോഹൻ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. ഇന്ന് നമ്മളുടെ കൊടകരയിൽ ഒരു നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം കഴിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മിൻമിനിയാണ് ഉദ്ഘാടനം ചെയ്തത്. നൃത്തം ക്ലാസിക്കൽ ബേസ്ഡാണ് എല്ലാം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നൃത്തം, സംഗീതം, വീണ, വയലിൻ, മൃദംഗം, തബല, ഡ്രോയിങ് എന്നീ സബ്ജക്റ്റുകളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സബ്ജക്റ്റുകളെല്ലാം പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ പ്രായഭേദമന്യേ എല്ലാവർക്കും പഠിക്കാം. എല്ലാവരും ആഗ്രഹമുള്ള എല്ലാവരും വന്ന് പഠിക്കുക. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നിവിടെ വന്നത്. രജനി ഇങ്ങനെ മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എന്താ പറയുക, RLV കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പ്രശസ്തരൊക്കെ പഠിച്ചു പോയ ഒരു സ്ഥലമാണ് RLV. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാൻ ആശ്രയേ അക്ഷയ ഭക്തി സീതയേ പൂർണ്ണ ബ്രഹ്മ രൂപിണം വരി. രജനി രാജനാണ് സ്ഥാപനത്തിന്റെ സാരഥി. ശാസ്ത്രീയ സംഗീതം, തബല, മൃദംഗം, വീണ, വയലിൻ, ഡ്രോയിങ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക്, നാടോടി നൃത്തം തുടങ്ങിയവ ഇവിടെ പരിശീലിപ്പിക്കും. പ്രശസ്ത നർത്തകനായ സുധി നൃത്തപ്രിയൻ നൃത്തത്തിനും രജനി രാജൻ സംഗീത പഠനത്തിനും നേതൃത്വം നൽകും. പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. കലോത്സവങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിശീലനവും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ വിദഗ്ധരും പ്രഗത്ഭരുമായ അധ്യാപകരുടെ കീഴിലുള്ള ചിട്ടയായ പരിശീലനം. അഡ്മിഷനായി വിളിക്കുക സപ്തസ്വര കലാമന്ദിർ, കിടങ്ങത്ത് ബിൽഡിംഗ്, ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം, കൊടകര. ഫോൺ 9400247807 9496734605. രാപ്പാൾ മഠത്തി വീട്ടിൽ വിലാസിനേമ്മ ട്രസ്റ്റ് ഒരുക്കുന്ന നൂപുരം സൗജന്യ നൃത്ത പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. നർത്തകനും കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഠത്തി വീട്ടിൽ വിലാസിനിയമ്മ ട്രസ്റ്റ് ചെയർമാൻ M ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ അശോകൻ പന്തലൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ സുധൻ കാരയിൽ, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, റെമി ഗിരിജൻ എന്നിവർ പ്രസംഗിച്ചു. നൃത്താധ്യാപികയായ ഡോക്ടർ ചാന്ദിനി സലീഷാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. മെയ് 21 വരെ രാപ്പാൾ KLP സ്കൂളിൽ വൈകിട്ട് 5 മുതൽ 6:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ നാട്ടിലെ തന്നെ കലാകാരിയായിട്ടുള്ള ചാന്ദിനിയെ കുട്ടിക്കാലം മുതലൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ കലയുടെ എല്ലാതരം മേഖലകളെ കുറിച്ചുള്ള അറിവുകൾ ആ കുട്ടിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഭാവി വാഗ്ദാനങ്ങളെ വളർത്തിയെടുക്കുന്നതിന് ഇതൊരു തുടക്കം. ഒപ്പം കൈത്താങ്ങായി എന്താ പറയുക, ഈ ട്രസ്റ്റിന്റെ ഭാരവാഹികളൊപ്പം ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.
ഈ വേനൽ അവധിക്കാലം വളരെ ഉല്ലാസകരമായും സന്തോഷകരമായും നടത്തുന്നതിന് വേണ്ടി ഒരു പുതിയ പദ്ധതി എന്നൊരു രീതിയിലാണ് വിലാസ് സിനിമ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള മേനോ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നു. അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പോവാണ്. അതിന് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് ഇപ്പോൾ നൃത്ത പരിപാടികൾ അടുത്തത് അമ്മയെ പറ്റിയുള്ള കവിത വന്നു. അടുത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ഛനെ പറ്റിയുള്ള കവിത. ഇപ്പോൾ രാമകൃഷ്ണൻ സാറ് പറഞ്ഞു, എന്നെ ചെറുപ്പത്തിലേ അറിയാം രാമകൃഷ്ണൻ സാറിന്. അപ്പോൾ ആ സാറിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഈ ഒരു വേദി പങ്കിടാൻ പറ്റിയത് ഭയങ്കര ആദ്യത്തെ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ജീവിതത്തിൽ. നമുക്കറിയാം, കഴിഞ്ഞ 2000 മുതൽ കഴിഞ്ഞ 25 വർഷമായി ഈ നമ്മുടെ നാട്ടിലെയും പരിസരത്തെയും പാവപ്പെട്ട ധാരാളം പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ വീതം പഠിക്കാനുള്ള മെറിറ്റ് സ്കോളർഷിപ്പ് നൽകി വരുന്ന കാര്യം പലർക്കും അറിയും എന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള വലിയ സഹായം 25 വർഷമായി ഈ നാട്ടിൽ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇത്രയും തിരക്കേറിയ ഒരു ജീവിതത്തിൽ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മാനസികോല്ലാസം നേടിയെടുക്കുന്നതിനുള്ള ഒരു വേദിയായി ഈ നൃത്തപരിശീലനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ കലാപരമായിട്ട് കൂടി നമുക്കൊരു സഹായമാണ് ചെയ്തു നടക്കുന്നത്. അപ്പക്കാർക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അവസരം കിട്ടിയിരിക്കുകയാണ്. സാറിനെ ഞാൻ പറയുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9744312306. അടുത്ത നമ്പർ 7306780434. ആഗോള താപനത്തെ പ്രതിരോധിക്കാൻ എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തുന്ന കുളിർമ കൂൾ റൂഫ് ടെക്നോളജി ബോധവൽക്കരണ സെമിനാറിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ വച്ച് കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. തലോർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അങ്കണവാടി ടീച്ചർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. എനർജി മാനേജ്മെന്റ് സെന്റർ ഡിസ്ട്രിക്ട് റിസോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ TV വിമൽകുമാർ ആഗോളതാപനം, അർബൻ ഹീറ്റ് ഐലൻഡ് പ്രഭാവം, കൂൾ റൂഫ് സാങ്കേതികവിദ്യയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ നയിച്ചു. എനർജി മാനേജ്മെന്റ് സെന്റർ, ഗവൺമെന്റ് കേരള, സെന്റർ ഫോർ എനർജി സ്റ്റഡീസ്, സെന്റ് തോമസ് കോളേജ് തൃശൂർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 മുത്തുമല മുപ്പിളിയം റോഡ് നവീകരിക്കുന്നു. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അജിത സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു വൈപ്പിനാടൻ എന്നിവർ പ്രസംഗിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. കള്ള് ഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. എടത്തിരുത്തി കല്ലുംകടവ് സ്വദേശിയായ പട്ടാട്ട് വീട്ടിൽ 42 വയസ്സുള്ള ഷജീർ, വലപ്പാട് മുരിയാംതോട് സ്വദേശിയായ കണ്ണോത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ചൊവ്വാഴ്ച വൈകിട്ട് പുളിക്കക്കടവ് കള്ളുഷാപ്പിന് മുൻവശം വെച്ച് ഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വലപ്പാട് സ്വദേശിയായ പതിയാശ്ശേരി വീട്ടിൽ ഷിയാസിനെ വെട്ടുകത്തികൊണ്ട് ഇരുവരും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഷജീറിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളും ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളുമുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, സാബു, ആന്റണി ജിംബിൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലെനിൻ, പ്രണവ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 760 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില വീണ്ടും 70,000 കടന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 70,520 രൂപയാണ്. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 8,815 രൂപയായി. ചൊവ്വാഴ്ച പവന് 280 രൂപയോളം കുറഞ്ഞ് സ്വർണ്ണവില 70,000 താഴെ എത്തിയിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില ഉയർന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണവില
$3264. ഇനി കാണാം ഇൻഫോടോക്ക്. മാമ്പഴം ആരോഗ്യഗുണങ്ങൾ ഏറെയുള്ള പഴമാണ്. അതുപോലെ ആരോഗ്യഗുണങ്ങളും ധാരാളമുള്ള ഒന്നാണ് മാവിലയും. നൂറ്റാണ്ടുകളായി പാരമ്പര്യ വൈദ്യത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്ന മാവിലയിൽ പോഷകങ്ങൾ ധാരാളമുണ്ട്. മാവിലയുടെ ആരോഗ്യഗുണങ്ങളെക്കുറിച്ച് അറിയാം. ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഔഷധമായി ഉപയോഗിക്കുന്ന മാവിലയിൽ ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിനുകളും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളായ ഫ്ലാവനോയിഡുകളും ടാനിനുകളും പോളിഫിനോളുകളും ധാരാളമുണ്ട്. മാവിലയിൽ ടാനിനുകളും ആന്തോസയാനിനുകളും ഉണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമടങ്ങിയ മാവില ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഉദരപ്രശ്നങ്ങളായ അസിഡിറ്റി, ബ്ലോട്ടിംഗ്, ദഹനക്കേട് തുടങ്ങിയവ അകറ്റുന്നു. മാവിലച്ചായ കുടിക്കുന്നത് ഉദരാരോഗ്യം മെച്ചപ്പെടുത്തും. മലബന്ധം തടയും. മാവിലയിൽ വൈറ്റമിൻ സി, ഫ്ലാവനോയിഡുകൾ, മറ്റ് ആന്റി ഓക്സിഡന്റുകൾ ഇവയുണ്ട്. ഇവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. അണുബാധകളിൽ നിന്ന് സംരക്ഷണമേകുന്നതോടൊപ്പം എളുപ്പത്തിൽ സുഖം പ്രാപിക്കാനും സഹായിക്കുന്നു. ഓരോ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തി മുടികൊഴിച്ചിൽ തടയാൻ പോഷകങ്ങളാൽ സമ്പന്നമായി മാവില സഹായിക്കും. മാവിലയിട്ട് തിളപ്പിച്ച വെള്ളം തലയൂട്ടിയിൽ പുരട്ടുന്നത് താരൻ അകറ്റാനും തലമുടിയുടെ വരൾച്ച അകറ്റാനും സഹായിക്കും. മാവിലയടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ ചുളിവുകളും വരകളും അകറ്റാൻ സഹായിക്കും. മാവില അരച്ച പേസ്റ്റ് പൊള്ളൽ, മുഖക്കുരു, ചർമ്മത്തിലെ അസ്വസ്ഥതകൾ ഇവ അകറ്റും. വെറും വയറ്റിൽ മാവിലച്ചായ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. മാവില ഒരു നാച്ചുറൽ ഡീടോക്സിഫയറായി പ്രവർത്തിക്കുന്നു. കരളിൽ നിന്നും വൃക്കകളിൽ നിന്നും വിഷാംശങ്ങളെ നീക്കുന്നു. അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം ഫാറ്റി ലിവർ തടയുകയും ചെയ്യുന്നു. ശ്വസന പ്രശ്നങ്ങളായ ആസ്തമ, ബ്രോങ്കൈറ്റിസ്, ചുമ ഇവ അകറ്റുന്നു. മാവിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് തൊണ്ടയിലെ അണുബാധകൾ അകറ്റും. മാവിലയ്ക്ക് സെഡേറ്റീവ് ഗുണങ്ങളുണ്ട്. ഇത് നാഡീ സംവിധാനത്തെ ശാന്തമാക്കാൻ സഹായിക്കും. മാവിലച്ചായ കുടിക്കുന്നത് സമ്മർദ്ദം, ഉത്കണ്ഠ ഇവ അകറ്റുകയും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറാന പള്ളിയിലെ ഭക്തസംഘടനയായ ഫ്രാൻസിസ്കൻ അൽമായ സഭ യൂണിറ്റ് കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ ഏപ്രിൽ 25 രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തും. പുതുക്കാട് സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടത്തുന്ന ക്യാമ്പ് ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്യും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9744497364. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ചെങ്ങാലൂർ സബ് സെന്ററിലേക്ക് ഫാർമസിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത B.Pharm അല്ലെങ്കിൽ D.Pharm. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും വേണം. യോഗ്യരായവർ ഏപ്രിൽ 21 രാവിലെ 10:30 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. വിശദവിവരങ്ങൾക്ക് 9497589766 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത MBBS ബിരുദം, TC/MC രജിസ്ട്രേഷൻ. താൽപ്പര്യമുള്ളവർ അപേക്ഷ ഏപ്രിൽ 23 വൈകിട്ട് 5 മണിക്ക് മുൻപ് വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,815 രൂപ, പവന് 70,520 രൂപ. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ പറപ്പൂർ ചിറ്റിലപ്പള്ളി തരുത് സൈമൺ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ മാതൃക അധ്യാപകനുള്ള പുരസ്കാരം
കേരളത്തിലെ പ്രതിഭാധനരായ അധ്യാപകനുള്ള പ്രതിഭാ പുരസ്കാരം, രാഷ്ട്രീയ ഗൗരവ് പുരസ്കാരം, മികച്ച കത്തോലിക്ക അധ്യാപകനുള്ള കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പുരസ്കാരം, തൃശൂർ ജില്ലയിലെ മികച്ച ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളിനുള്ള ജില്ലാ PTA അവാർഡ്, തുടർച്ചയായി 15 വർഷം വിദ്യാഭ്യാസ വകുപ്പിന്റെയും തൃശൂർ അതിരൂപതയുടെയും മികച്ച സ്കൂൾ അവാർഡ് ഏറ്റുവാങ്ങിയ പ്രധാന അധ്യാപകൻ, മികച്ച സേവനത്തിന് ജില്ലാ കളക്ടറുടെ ഗുഡ് സർവീസ് എൻട്രി എന്നിവ സൈമൺ മാസ്റ്റർ നേടിയിട്ടുണ്ട്. ഒരു നല്ല അധ്യാപകനാകാൻ, പേരക്കുട്ടികൾക്ക് ഒരു സ്നേഹസമ്മാനം എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായിരുന്നു സൈമൺ മാസ്റ്റർ. അമല മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഗൾഫിൽ +2 പരീക്ഷ ഡെപ്യൂട്ടി ചീഫ്, അതിരൂപത പാസ്റ്റൽ കൗൺസിൽ അംഗം, അതിരൂപത പ്രീക്കാന കോഴ്സ് അധ്യാപകൻ, തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി പരീക്ഷാ ബോർഡ് അംഗം, അഖിലേന്ത്യാ CLC ജനറൽ അസംബ്ലി മെമ്പർ, മാന്നാനം സെന്റ് ജോസഫ് കോളേജ് ചെയർമാൻ, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ മെമ്പർ, തൃശൂർ അതിരൂപത KCSL സോണൽ ഓർഗനൈസർ, ടീച്ചേഴ്സ് ഗിൽഡ് മേഖല പ്രസിഡന്റ്, പറപ്പൂർ സൺഡേ സ്കൂൾ അധ്യാപകൻ, പറപ്പൂർ പാരിഷ് ബുള്ളറ്റിനായ ദിവ്യസ്പന്ദനത്തിന്റെ എഡിറ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. റിട്ടയർഡ് അധ്യാപിക ലില്ലിയാണ് ഭാര്യ. സജീവ് സൈമൺ, സരിത സൈമൺ എന്നിവർ മക്കളും, പ്രിയങ്ക സജീവ്, ബിനോയ് എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര പാലക്കാട്ടിൽ റോബിൻ മകൻ ബേസിൽ അന്തരിച്ചു. 12 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുപ്പിളിയം ചാക്കപ്പൻപടി പഞ്ഞിക്കാരൻ അന്തോണി ഭാര്യ റോസി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിസിലി, മേരി, ജോസ്, ജോബി, ബിജു എന്നിവർ മക്കളും, ചാക്കുണ്ണി, ദേവസി, ബീന, ബിന്ദു, നൈസി എന്നിവർ മരുമക്കളുമാണ്. കൊടകര മനക്കുളങ്ങര കരോട്ട് കുറിച്ചേത്ത് നാരായണമേനോൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെള്ളിക്കുളങ്ങര പുൽപ്പാടൻ വീട്ടിൽ കോയ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഫാത്തിമയാണ് ഭാര്യ. മക്കൾ റാബിയ, അലി. റിട്ടയർഡ് PWD എഞ്ചിനീയർ എരേക്കത്ത് വേണുഗോപാലമേനോൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുരിയക്കാട്ടിൽ സീതമ്മയാണ് ഭാര്യ. രാധ, രഘുനാഥ്, ദേവദാസ്, രമാദേവി, രേഖ എന്നിവർ മക്കളും, സതീഷ് ബാബു മുത്താർ, ജ്യോതിലക്ഷ്മി, രാജീവ് മുല്ലപ്പള്ളി, മോഹൻദാസ് അറക്കൽ, പരേതയായ ശ്യാമ എന്നിവർ മരുമക്കളുമാണ്. മുപ്പിളിയം കമറ്റത്തെ കാളി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഗോപാലനാണ് ഭർത്താവ്. തങ്കപ്പൻ, വിജയൻ, രവിന്ദാക്ഷൻ, നാരായണൻ എന്നിവർ മക്കളും, സുനിത, സുപ്രിയ, സിന്ധു, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ അധികൃതർ പരിശോധന നടത്തി. ഇഞ്ചക്കുണ്ട് പരുന്തുംപാറ പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി പ്രദേശവാസികൾ. CPI വരന്തരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി വേണ്ടത് കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ആഗോളതാപനത്തെ പ്രതിരോധിക്കാൻ എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തുന്ന കുളിർമ കൂൾ റൂഫ് ടെക്നോളജി ബോധവൽക്കരണ സെമിനാറിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ വച്ച് KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.